ISROയുടെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷനായ ലൈറ്റ് ആൻഡ് ഹെവി വെഹിക്കിൾ ഡ്രൈവറിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഡ്രൈവർ ജോലി നോക്കുന്നവർക്കുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണിത്. ISROയുടെ LPSC വലിയമല്ല, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് ഡ്രൈവർ വേക്കൻസിയിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഒപ്പം നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി പ്രതീക്ഷിക്കുന്നു. ആദ്യത്തേത് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ. മൊത്തം 2 വേക്കൻസിയിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. LPSC വലിയമല ഡിവിഷനിലേക്കാണ് ഈ ഒരു വേക്കൻസി ഉള്ളത്. 2 വേക്കൻസിയിൽ ഒരു വേക്കൻസി എക്സ് സർവീസ്മാനായി മാറ്റിവെച്ചിരിക്കുന്നു. ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറിന് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ 1 SLC പാസ്സായിരിക്കണം, 2 വാലിഡായ ഒരു LVD ലൈസൻസ് ഉണ്ടാവണം, 3-ാമത്തേത് 3 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപേക്ഷ അയക്കുന്ന സമയത്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് അപേക്ഷയിൽ കൊടുക്കേണ്ടതുണ്ട്. അതായത് എക്സ്പീരിയൻസ് എന്ന് മുതൽ എന്ന് വരെയാണ്, ഏത് കമ്പനിയിലുള്ള എക്സ്പീരിയൻസ് ആണ് എന്നീ ഡീറ്റെയിൽസ് ആണ് ഓൺലൈൻ ആപ്ലിക്കേഷനിൽ കൊടുക്കേണ്ടത്. 2-ാമത്തേത് ഹെവി വെഹിക്കിൾ ഡ്രൈവർ. മൊത്തം 5 വേക്കൻസിയിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഈ 5 വേക്കൻസിയിൽ 2 വേക്കൻസി ജനറൽ കാറ്റഗറി, 2 വേക്കൻസി OBC കാറ്റഗറി, 1 വേക്കൻസി EWS കാറ്റഗറി എന്നിവർക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ 2 പോസ്റ്റുകൾ എക്സ് സർവീസുമാനായി മാറ്റിവെച്ചിരിക്കുന്നു. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് SLC പാസ്സായിരിക്കണം, വാലിഡായ ഒരു ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം, മൊത്തം 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുകിൽ 5 വർഷത്തെ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, അതല്ലാന്നുണ്ടെങ്കിൽ മിനിമം 3 വർഷത്തെ ഹെവി ഡ്രൈവിങ്ങും 2 വർഷത്തെ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും മതി. അങ്ങനെ മൊത്തത്തിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ 2 പോസ്റ്റിലേക്കും പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. എന്നാൽ ഹെവി ഡ്രൈവറിന് 2 വേക്കൻസി OBCക്കായി മാറ്റിവെച്ചിട്ടുള്ളതിനാൽ OBC കാറ്റഗറിക്കാർക്ക് 3 വർഷത്തെ വയസ്സുള്ളത് ഉണ്ടായിരിക്കും. അതായത് OBC കാറ്റഗറിയിലുള്ള ഒരാൾ ഹെവി ഡ്രൈവറിന് അയക്കുകയാണെങ്കിൽ 38 വയസ്സ് വരെ അയക്കാൻ കഴിയും. എന്നാൽ ജനറൽ കാറ്റഗറിക്കാർക്കും SC/STക്കാർക്കും 35 വയസ്സ് വരെ മാത്രമേ ഹെവി ഡ്രൈവറിന് അയക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ലൈറ്റ് ഡ്രൈവറിന് ജനറൽ കാറ്റഗറിയിൽ മാത്രമേ വേക്കൻസി ഉള്ളൂ. അതുകൊണ്ട് ഏതൊരു കാസ്റ്റുകാർ അപേക്ഷിച്ചാലും 35 വയസ്സ് വരെ മാത്രമേ അപേക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. മൊത്തം 2 ഘട്ടങ്ങളാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ഉള്ളത്. ആദ്യത്തേത് റിട്ടൺ ടെസ്റ്റ്, 2-ാമത്തേത് സ്കിൽ ടെസ്റ്റ്. റിട്ടൺ ടെസ്റ്റ് എന്ന് പറയുന്നത് 120 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണം. ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്ക് വീതവും, തെറ്റുത്തരത്തിന് 0.25 നെഗറ്റീവ് മാർക്കും ഉണ്ടായിരിക്കും. റിട്ടൺ ടെസ്റ്റ് മൊത്തത്തിൽ 4 പാർട്ടാണുള്ളത്. 4 പാർട്ടിൽ ആദ്യത്തെ A പാർട്ട് എന്ന് പറയുന്നത് 50 മാർക്കിനാണ്. ഈ 50 മാർക്ക് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 ബന്ധപ്പെട്ടിരിക്കുന്നു. 2-ാമത്തേത് പാർട്ട് B 15 മാർക്കിനാണ്. 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3-ാമത്തെ പാർട്ട് C എന്ന് പറയുന്നത് 15 മാർക്കിനാണ്. എലമെന്ററി അരിത്തമെറ്റിക് 10th സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 4-ാമത്തേത് പാർട്ട് D എന്ന് പറയുന്നത് 20 മാർക്കിനാണ്. ജനറൽ നോളജാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ 4 പാർട്ടുകളാണ് ആദ്യത്തെ റിട്ടൺ എക്സാമിനുള്ളത്. റിട്ടൺ എക്സാം ക്വാളിഫൈ ആയി ഷോർട്ട് ലിസ്റ്റ് ആവുന്നവരെ സ്കിൽ ടെസ്റ്റിലേക്ക് പരിഗണിക്കും. സ്കിൽ ടെസ്റ്റ് മൊത്തം 100 പോയിന്റിനാണ്. ഈ 100 പോയിന്റിൽ 60 പോയിന്റിന് മുകളിൽ നേടുന്നവരെ ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നു. ഇതിൻ്റെ അപേക്ഷാ ഫീസ് വരുന്നത് 500 രൂപയാണ്. എന്നാൽ ഫീമെയിൽ, SC/ST, വൈകല്യമുള്ളവർ, എക്സ് സർവീസ്മാൻ ഇവർക്ക് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 500 രൂപയും തിരിച്ച് റീഫണ്ട് ആവുന്നതാണ്. ബാക്കിയുള്ള കാസ്റ്റുകാർക്ക് 100 രൂപ അപേക്ഷാ ഫീസ് എടുത്തതിന് ശേഷം 400 രൂപ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്യുന്നു. ഈ 2 പോസ്റ്റിലേക്കുമുള്ള അപേക്ഷകൾ ആരംഭിച്ചത് ഓഗസ്റ്റ് 27, 2024 അപേക്ഷ അവസാനിക്കുന്നത് സെപ്റ്റംബർ 10 അതുപോലെ തന്നെ സെപ്റ്റംബർ 10 വരെ അപേക്ഷകൾ അയച്ചവർക്ക് സെപ്റ്റംബർ 11 വരെ അപേക്ഷാ ഫീസ് അടയ്ക്കുന്നതിനുള്ള സമയമുണ്ടായിരിക്കും. ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറിന് ജനറൽ കാറ്റഗറിയിൽ മാത്രമേ വേക്കൻസി ഉള്ളതിനാൽ മറ്റു കാസ്റ്റുകാരും OBC നോൺ ക്രിമിലെയറോ അല്ലെങ്കിൽ SC/STക്കാർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഹെവി വെഹിക്കിൾ ഡ്രൈവറിന് OBCക്ക് പ്രത്യേകം വേക്കൻസി ഉള്ളതിനാൽ OBCക്കാർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലോഡ് ചെയ്യുന്ന നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് സെൻട്രൽ എംപ്ലോയ്മെന്റ് പർപ്പസ് എന്ന പേരിൽ തഹസീൽദാർ നൽകിയതായിരിക്കണം. അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന സമയത്ത് ഡ്രൈവിംഗ് ലൈസൻസ്, എക്സ്പീരിയൻസ്, ഫോട്ടോ, സിഗ്നേച്ചർ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നിവയെല്ലാം കയ്യിൽ കരുതിയിരിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.